നമസ്കാരം. ഞാനിന്ന് ചെയ്യാൻ പോകുന്നത് സൈക്കോളജി ഓഫ് മണി എന്ന് പറഞ്ഞ ബുക്കിൻ്റെ ചാപ്റ്റർ വൈസ് എക്സ്പ്ലനേഷനാണ്. ഇതിനകത്ത് ടോട്ടൽ 20 ചാപ്റ്റേഴ്സ് ഉണ്ട്. അതിൽ ഫസ്റ്റ് ചാപ്റ്ററിൻ്റെ എക്സ്പ്ലനേഷനാണ് ഇപ്പോൾ ചെയ്യാൻ പോകുന്നത്. ആ ചാപ്റ്ററിൻ്റെ പേരാണ് നോ വൺ ഈസ് ക്രേസി. അതിൻ്റെ ബേസിക് ഐഡിയ എന്താണെന്ന് ആദ്യം നോക്കാം. People don't make financial decisions based on spreadsheets. They make them based on their own unique life experiences. What looks crazy to you can make perfect sense to someone else. അതായത് ആളുകൾ ഫിനാൻഷ്യൽ ഡിസിഷൻ സ്പ്രെഡ്ഷീറ്റ്സ് നോക്കിയല്ല ഉണ്ടാക്കുന്നത്. അവരത് അവരുടെ തന്നെ ലൈഫ് എക്സ്പീരിയൻസ് വെച്ചിട്ടാണ് ഡിസിഷൻസ് മേക്ക് ചെയ്യുന്നതെന്നാണ് പറയുന്നത്. നമ്മുടെ ബുക്ക് എഴുതിയിരിക്കുന്ന ആളുടെ പേര് മോർഗൻ ഹൗസെല്ലാണ്. പിന്നെ ഇതിൻ്റെ കീ പോയിന്റ്സ് നോക്കാം. ഫസ്റ്റ് പോയിന്റ്, യുവർ പേഴ്സണൽ ഹിസ്റ്ററി ഷേപ്സ് യുവർ മണി വ്യൂസ്. Someone who grew up during high inflation thinks differently than someone who grew up in a bull market. Your generation, parents, country and luck all create a lens you use for money. Both can be right for their own world. അതായത് ഇപ്പോൾ ഒരാൾ ഹൈ ഇൻഫ്ലേഷൻ റേറ്റിൻ്റെ സമയത്താണ് വളർന്നു വരുന്നതെങ്കിൽ അയാളുടെ ജീവിതവും ഒരു ബുൾ മാർക്കറ്റിൽ ബുള്ളിഷ് റേറ്റും ബെയറിഷ് റേറ്റ് എന്നൊക്കെ പറഞ്ഞ സംഭവമുണ്ടല്ലോ, അങ്ങനെയുള്ള സമയത്തുള്ളവരുടെ കാര്യവും ഡിഫറെൻ്റ് ആയിരിക്കും. ഇനി നെക്സ്റ്റ് പോയിന്റ്, നോ വൺ ഈസ് ക്രേസി. അതായത് ആ ചാപ്റ്ററിൻ്റെ നെയിം തന്നെയാണ് നെക്സ്റ്റ് കീ പോയിന്റ് പറയുന്നത്. പീപ്പിൾ ഡു വിയേർഡ് തിങ്സ് വിത്ത് മണി ബട്ട് എവരി വൺ ഈസ് ജസ്റ്റ് ട്രൈങ് ടു മേക്ക് സെൻസ് ഓഫ് ഹൗ ദേ തിങ്ക് ദ വേൾഡ് വർക്ക്സ് ബേസ്ഡ് ഓൺ വാട്ട് ദേ സീൻ. A lottery ticket buyer isn't dumb. To them, it might be the only shot they have. അതായത് ആളുകൾ വിയേർഡായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ചെയ്യും, പക്ഷേ എല്ലാവരും അവരുടേതായ രീതിയിൽ പണക്കാരനാവണം, ഇല്ലെങ്കിൽ സമ്പാദിക്കണം എന്നുള്ള ലക്ഷ്യത്തോടു കൂടി തന്നെയാണ് ചെയ്യുന്നത്. ലോട്ടറി ടിക്കറ്റ് എടുക്കുന്ന ആൾക്കാർ എല്ലാവരും മണ്ടന്മാരല്ല. കിട്ടാൻ ചാൻസ് ഇല്ലെങ്കിൽ അവർ വീണ്ടും വീണ്ടും എടുത്തുകൊണ്ടിരിക്കുമല്ലോ. ഞാനും ഇടയ്ക്ക് ലോട്ടറി എടുക്കാറുണ്ട്. ഇനി മൂന്നാമത്തെ കീ പോയിന്റ്, there is no single right answer. Finance has no universal laws like physics. What works for a 30-year-old trader in NYC won't work for a 70-year-old retiree in Kerala. So judging others' money moves is pointless. അതായത് ഫിനാൻസിന് യൂണിവേഴ്സൽ ആയിട്ടുള്ള ലോ ഫിസിക്സിൻ്റെ പോലെയൊന്നും ഇല്ല. ഒരു 30 വയസ്സുള്ള ട്രേഡർക്ക് NYC വർക്ക് ചെയ്യുന്ന കാര്യം ഒരു 70 വയസ്സുള്ള റിട്ടയർ ചെയ്ത ഒരു കേരളത്തിലുള്ള ഒരാൾക്ക് അത് വർക്കാവണമെന്നില്ല. അതുകൊണ്ട് തന്നെ ജഡ്ജിങ് അതേഴ്സ് മണി മൂവ് ഈസ് പോയിന്റ്ലെസ്. അതായത് വേറെ ആൾക്കാരുടെ അവരുടെ മണി മൂവ്സ് നമ്മൾ കോപ്പി അടിച്ചിട്ട് കാര്യമില്ല, നമ്മൾ സ്വയമായിട്ട് കണ്ടെത്തേണ്ടിയിരിക്കുന്നു. ഈ നാലാമത്തെ കീ പോയിന്റ്, അവസാനത്തെ, ടേക്ക് അവേ ഫോർ യു. ബിഫോർ യു ജഡ്ജ് someone's financial decisions or copy it, ask what experiences shaped them and realize your own decisions are shaped by experiences others don't share. അതായത് നമ്മൾ വേറെ ആൾക്കാരുടെ ഫിനാൻഷ്യൽ ഡിസിഷൻ ജഡ്ജ് ചെയ്യുന്നതിന് മുൻപ് നമ്മൾ നമ്മളോട് തന്നെ ചോദിക്കേണ്ട ഒരു ചോദ്യമുണ്ട്, വാട്ട് എക്സ്പീരിയൻസ് ഷേപ്ഡ്. എന്ത് എക്സ്പീരിയൻസ് ആണ് അതുണ്ടാക്കിയത്. എന്നിട്ട് നമ്മുടെ ഡിസിഷൻ അതനുസരിച്ച് ഷേപ്പ് ചെയ്യേണ്ടിയിരിക്കുന്നു. ഇത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഇതൊരു ഷോർട്ടായിട്ടുള്ളൊരു വീഡിയോ ആണ്. പിന്നെ ഇനി നെക്സ്റ്റ് പാർട്ട് അടുത്ത ദിവസങ്ങളിൽ അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും നന്ദി, നമസ്കാരം.